ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 4-ലെ EVS-ലെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്ററിൻ്റെ പേര് എക്സ്പ്ലോറിങ് അവർ നൈബർഹുഡ് ഫ്രം അവർ വണ്ടറസ് വേൾഡ് എന്നാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സബ് ടോപ്പിക്ക് ഓൺ അവർ വേ ബാക്ക് ഹോം ആണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം. School is over. The students are happy because they visited the library and saw many interesting books. Navya sees her grandfather waiting outside the school. She says, Dadaji, let us go home through the market today. അപ്പോൾ നവ്യ എന്ന് പറയുന്ന ഒരു കുട്ടി സ്കൂളൊക്കെ കഴിഞ്ഞ് അവർ ലൈബ്രറിയിലൊക്കെ പോയി നിൽക്കുന്ന ടൈമിൽ അവളുടെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു. സ്കൂൾ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ വെയിറ്റ് ചെയ്യാണ് സ്കൂളിൻ്റെ ഔട്ട് സൈഡിൽ. അപ്പോൾ നവ്യ എന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിന് ശേഷം എന്ത് പറഞ്ഞു, ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകുന്നത് മാർക്കറ്റിലൂടെ പോകാമെന്നാണ് അവൾ പറയുന്നത്. ദേ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. മെനി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ ഒരുപാട് ആളുകൾ ബസ് കാത്തിരിക്കുന്നവർ കണ്ടു. വാട്ട് ഡു വി ലേൺ? ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നത്? വി യൂസ് ബസ്സസ് ടു ട്രാവൽ. നമ്മൾ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താ, ബസ്സാണ് അല്ലേ. ബസ് യൂസ് ചെയ്യും, അതേപോലെ വേറെ ഒരുപാട് വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ എ ബസ് സ്റ്റോപ്പ് ഈസ് എ പ്ലേസ് വെർ പീപ്പിൾ വെയിറ്റ് ഫോർ ബസ്സസ്. ദ മാർക്കറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ അവർ നൈബർഹുഡ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എന്താ, ആളുകൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലേസാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബസ് എന്താ, നമ്മൾ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. ആളുകൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലേസാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈബർഹുഡിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ നേരെ മാർക്കറ്റിൽ പോയിട്ടല്ലേ മേടിക്കുക. സോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ്. നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസാണ്. ഇവർ പാസ് ചെയ്യുന്നത് നെക്സ്റ്റ് എങ്ങോട്ടാണെന്ന് നോക്കാം. ദ ബസ് സ്റ്റാർട്ട്സ് മൂവിങ്. നവ്യ സീസ് എ പോസ്റ്റ് ബോക്സ്. അപ്പോൾ ഇവർ ബസ്സിൽ കയറി, ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യ എന്ത് ചെയ്തു, ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടു. പോസ്റ്റ് ബോക്സ് കണ്ടു. ഷീ ആസ്ക്ഡ് എബൌട്ട് ഇറ്റ്. ഡാഡാജി എക്സ്പ്ലെയിൻസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഈ പോസ്റ്റ് ബോക്സിനെ കുറിച്ച് ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, earlier people wrote letters to family and friends. They dropped the letter into a post box. The postman collected the letters. The letters were taken to the post office. The post office sorted the letters and delivered them to the correct addresses. The post office also sends parcels and provide other useful services. അപ്പോൾ എന്താ പറഞ്ഞത്, പണ്ട് കാലത്തൊക്കെ ആളുകൾ ഫാമിലിയിലുള്ളവർക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ ഈ ലെറ്റേഴ്സ് എഴുതുകയാണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അവർ എഴുതിയ ലെറ്റേഴ്സ് അവരെന്ത് ചെയ്യും, പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടും. ഈ പോസ്റ്റ് ബോക്സിൽ ഉള്ള ലെറ്റേഴ്സൊക്കെ പോസ്റ്റ്മാൻ കളക്ട് ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യും, പോസ്റ്റ് ഓഫീസിൽ ഈ ലെറ്റേഴ്സൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം പോസ്റ്റ്മാൻ എന്ത് ചെയ്യും, ഇതൊക്കെ സോർട്ട് ചെയ്ത് ഇത് ആർക്കാണ് അതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, പാർസലും അതേപോലെ ഒരുപാട് യൂസ്ഫുൾ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് പാർസൽസ് കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബോക്സ് വെർ ലെറ്റേഴ്സ് ആർ പോസ്റ്റഡ്. നമ്മൾ ലെറ്റേഴ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ബോക്സിനാണ് നമ്മൾ എന്താ പറയുക, പോസ്റ്റ് ബോക്സ് എന്ന് പറയാം. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലേസ് ദാറ്റ് സെൻഡ് ആൻഡ് റിസീവ് ലെറ്റേഴ്സ് ആൻഡ് പാർസൽസ്. ഈ പാർസലും ലെറ്റേഴ്സൊക്കെ റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്ലേസിനാണ് നമ്മൾ എന്താ പറയുക, പോസ്റ്റ് ഓഫീസ് എന്ന് പറയാം. പോസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഹൂ ഡെലിവേഴ്സ് ലെറ്റർ. നമുക്ക് ലെറ്ററൊക്കെ കൊണ്ടുതരുന്ന ആ ഒരു പേഴ്സണാണ് നമ്മൾ എന്താ പറയുക, പോസ്റ്റ് മാൻ എന്ന് പറയാം. നെക്സ്റ്റ് ഹൗ കമ്മ്യൂണിക്കേഷൻ ചേഞ്ച്ഡ്. ഞാനത് ആ ഒരു ചാപ്റ്റർ ഷോർട്ടായിട്ട് PDF ആക്കിയതാണ്. നെക്സ്റ്റ് ലോങ് എഗോ people use drum beats and carvings on rocks. Later letters were carried by messengers and pigeons. Then the postal services started. ആർക്കെങ്കിലും ഈ ഒരു PDF വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അപ്പോൾ പീപ്പിൾ എന്ത് ചെയ്തു, ആദ്യ കാലങ്ങളിലൊക്കെ ഈ പാറകളിലൊക്കെ കൊത്തുപണി ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഓരോന്ന് എഴുതി വെക്കുക, അതേപോലെ ഡ്രം ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്തായിരുന്നു.
അതിന് ശേഷം എന്താ മെസ്സഞ്ചേഴ്സ് പീജിയൻസ് ഒക്കെ എന്താ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ പ്രാവിനെ ഇങ്ങനെ നമ്മൾ പറത്തി വിട്ട് അങ്ങനെ അതേപോലെ ഓരോ ദൂതന്മാരെയൊക്കെ വിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോ മെസ്സേജൊക്കെ മറ്റുള്ളവരെ അറിയിച്ചിരുന്നത്. അതിന് ശേഷമാണ് എന്ത് വന്നത്, ഈ പോസ്റ്റൽ സർവീസ് കാര്യങ്ങളൊക്കെ വന്നത്. ടുഡേ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വി യൂസ് മൊബൈൽ ഫോൺസ്, വി യൂസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്, വി ക്യാൻ സെൻഡ് മെസ്സേജസ് ആൻഡ് മേക്ക് വീഡിയോ കോൾ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ദൂരത്തിലുള്ള ആളുമായിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ എന്താ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ കോൾസ് വിളിക്കാൻ വേണ്ടി പറ്റും അല്ലേ, വീഡിയോയും ഓഡിയോയും ഒക്കെ അവൈലബിൾ ആയിരിക്കുമെങ്കിലും. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ടെക്നോളജി ഹാസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആൻഡ് ഈസിയർ. നമ്മുടെ ടെക്നോളജി എന്താ ഒരുപാട് ഡെവലപ്ഡ് ആയി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഫസ്റ്റ് തൊട്ട് നോക്കാം. സ്കൂൾ ബസ്സസ് ആൻഡ് ഈ റിക്ഷാസ് ഹെൽപ്പ് ചിൽഡ്രൻ ട്രാവൽ. അപ്പോൾ സ്കൂളിലേക്ക് വരാൻ കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്കൂൾ ബസ്സസ്, ഓട്ടോറിക്ഷാസ് ഒക്കെയാണ് അല്ലേ. നെക്സ്റ്റ് എ ബസ് സ്റ്റോപ്പ് ഈസ് ഫോർ വെയിറ്റിംഗ് ഫോർ ബസ്സസ്. ബസ് സ്റ്റോപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, അതാണ് എന്ത് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് പോസ്റ്റ് ഓഫീസ് ആണ്. പോസ്റ്റ് ഓഫീസ് ഈസ് യൂസ്ഡ് ടു പോസ്റ്റ് ലെറ്റേഴ്സ്. നമ്മൾ ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് ഡെലിവേഴ്സ് ലെറ്റേഴ്സ് ആൻഡ് പാർസൽസ്. പോസ്റ്റ് ഓഫീസിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെറ്റേഴ്സും പാർസലൊക്കെ കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്ന ആരാ? പോസ്റ്റ് ഓഫീസാണ് അല്ലേ. ആ ഡെലിവറി ചെയ്ത് തരുന്ന പേഴ്സൺ ആരാ? അതാണ് പോസ്റ്റ് മാൻ എന്ന് പറയുന്നത്. മോഡേൺ ടെക്നോളജി ഹെൽപ്പ് us കമ്മ്യൂണിക്കേറ്റ് ക്വിക്കലി. നമുക്കൊന്നും കൂടി എന്താ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ എന്താ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ പറ്റില്ല. നമ്മുടെ ടെക്നോളജി അത്രയ്ക്ക് ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു കെയിം ടു പിക്കപ്പ് നവ്യ? നവ്യേനെ പിക്ക് ചെയ്യാൻ വന്നത് ആരാ? ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ. നെക്സ്റ്റ് വേർ ഡിഡ് നവ്യ വാണ്ട് ടു ഗോ? അപ്പോൾ നവ്യക്ക് ഗ്രാൻഡ് ഫാദറിനോട് ഇതിലൂടെ പോകണം എന്നാണ് നവ്യ പറഞ്ഞത്. ഷീ വാണ്ടഡ് ടു ഗോ ഹോം ത്രൂ ദ മാർക്കറ്റ്. മാർക്കറ്റിലൂടെ പോകണം എന്നാണ് അല്ലേ പറഞ്ഞത്. വാട്ട് ഈസ് എ പോസ്റ്റ് ബോക്സ് യൂസ്ഡ് ഫോർ? എന്തിനാണ് നമ്മൾ പോസ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പോസ്റ്റ് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഡെലിവേഴ്സ് ലെറ്റേഴ്സ്? ആരാണ് നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ ഡെലിവറി ചെയ്ത് തരുന്നത്? ആരാ? പോസ്റ്റ്മാൻ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വണ്. വാട്ട് ആർ ദ സർവീസസ് ഓഫ് എ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസിൻ്റെ സർവീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാ? സെൻഡ് ലെറ്റേഴ്സ്, പാർസൽസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. നമുക്ക് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനും നമുക്ക് കിട്ടാനൊക്കെ എന്താ പറ്റും, അതേപോലെ പാർസൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പോസ്റ്റ് ത്രൂ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ടുഡേ? ഇന്ന് എങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ലെറ്റേഴ്സ് പോസ്റ്റ് കൂടെ ലെറ്റർ അയച്ചിട്ടൊക്കെയാണോ? അല്ല അല്ലേ. ത്രൂ മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ദ ഇൻ്റർനെറ്റ്, മെസ്സേജസ് ആൻഡ് വീഡിയോ കോൾസ്. ഇന്ന് നമ്മളെന്താ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് നമ്മളെന്താ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുകയും വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെയാണ്. അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വൈ ഈസ് ടെക്നോളജി യൂസ്ഫുൾ? എന്തുകൊണ്ടാണ് ടെക്നോളജി യൂസ്ഫുൾ ആയിരിക്കുന്നത്? എന്തുകൊണ്ടായിട്ട് ഹെൽപ്പ് us കമ്മ്യൂണിക്കേറ്റ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. നമുക്ക് ഈസി ആയിട്ടും ക്വിക്കായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ മറ്റൊരാളോട്. അതിപ്പോൾ ആ ആൾ ഏതൊരു പ്ലേസിലാണെങ്കിലും വേറെ കൺട്രിയിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് സബ് ടോപ്പിക്ക് നോക്കാം. ഹോസ്പിറ്റൽ, ഹെൽപ്പിംഗ് പീപ്പിൾ സ്റ്റേ ഹെൽത്തി. As the bus moved, Navya saw a hospital with an eye checkup camp. അപ്പോൾ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? നവ്യ ഒരു ഹോസ്പിറ്റൽ കണ്ടു. അവിടെ എന്താ ഒരു ഐ ചെക്കപ്പ് ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഡാജി എക്സ്പ്ലെയിൻഡ് ഹോസ്പിറ്റൽസ് ഹെൽപ്പ് സിക്ക് ആൻഡ് ഇൻജുവേർഡ് പീപ്പിൾ. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് വർക്ക് ദ ഹോസ്പിറ്റൽസ് ആർ ഇമ്പോർട്ടൻറ്റ് പബ്ലിക് പ്ലേസസ് ഇൻ അവർ നൈബർഹുഡ്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ സിക്ക് ആയിട്ടുള്ളവർ, അതേപോലെ ഇൻജുവേർഡ് ആയിട്ടുള്ള വയ്യാത്ത ആളുകളെയൊക്കെ പരിക്ക് പറ്റിയവരെയൊക്കെ എന്താ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് അല്ലേ. ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉണ്ടാവും അവിടെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പബ്ലിക് പ്ലേസ് ആണ്. ഐ ക്യാമ്പ്സ് ഹെൽപ്പ് പീപ്പിൾ ചെക്കപ്പ് ദെയർ ഐസൈറ്റ് ആൻഡ് ഗെറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഐ ക്യാമ്പ്സിലൂടെ എന്താ ആളുകളുടെ കണ്ണ് കാര്യങ്ങളൊക്കെ എന്താ അവർ ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ആരൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാലോ, ഒന്ന് ഡോക്ടർ ആയിരിക്കും, ഒന്ന് നേഴ്സ് ആയിരിക്കും,
പിന്നെ അതേപോലെ ഇവരുടെ ഡ്യൂട്ടി എന്താ, പേഷ്യൻസിനെ ചെക്ക് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് ഫാർമാസിസ്റ്റ് ആണ്. ഫാർമാസിസ്റ്റ് പറഞ്ഞാൽ എന്താ, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു തരുന്ന ആൾ അല്ലേ, അതിനാണ് നമ്മൾ എന്താ പറയുക ഫാർമാസിസ്റ്റ് പറയാം. പിന്നെ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും അല്ലേ, ടേക്ക് പേഷ്യൻസ് ടു ഹോസ്പിറ്റൽ. ഇപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എന്താ, അവർ വന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ആംബുലൻസിൽ. അപ്പോൾ ഇത്ര ആൾക്കാരാണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ സബ് ടോപ്പിക്ക് മെട്രോ ട്രെയിൻസ് ആൻഡ് ഫ്ലൈ ഓവേഴ്സ് ആണ്. അപ്പോൾ നവ്യ സോ എ മെട്രോ ട്രെയിൻ മൂവിങ് വെരി ഫാസ്റ്റ്. അപ്പോൾ നവ്യ എന്ത് ചെയ്തു, ഇങ്ങനെ ബസ്സിൽ പോകുന്ന ടൈമിൽ ഒരു മെട്രോ ട്രെയിൻ എന്താ ഭയങ്കര ഫാസ്റ്റിൽ പോകുന്ന കണ്ടു. അപ്പോൾ അവളുടെ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഡാഡാജി എക്സ്പ്ലെയിൻഡ് മെട്രോ ട്രെയിൻസ് ഹെൽപ്പ് പീപ്പിൾ ട്രാവൽ ക്വിക്ക്ലി. ഫ്ലൈ ഓവേഴ്സ് ആർ റോഡ് ബിൽഡ് എബവ് ബിസി റോഡ്സ്, ദേ റെഡ്യൂസ് ട്രാഫിക് ആൻഡ് സെർവ് ടൈം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അതായത് മെട്രോ ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈസി ആയിട്ട് വെരി ഫാസ്റ്റ് ആയിട്ട് എന്താ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലൈ ഓവേഴ്സ് ആർ റോഡ്സ് ബിൽഡ് എബവ്, അതായത് ബിസി റോഡ്സിൽ നിന്നൊക്കെ ഒന്നും കൂടി എന്താ മേലെക്കൂടി പോകുന്ന ഒരു ഇതാണ് മെട്രോ ട്രെയിൻസ് എന്ന് പറയുന്നത്. അതെന്താ ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കൊച്ചിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റൂലേ മെട്രോ. നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമുക്ക് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് റോഡിൻ്റെ മുകളിലൂടെ ഫ്ലൈ ഓവേഴ്സ് വഴി ആയതുകൊണ്ട് എന്താ ട്രാഫിക് ലെസ് ആയിരിക്കും, ലെസ് ട്രാഫിക്കാണ്, ബെറ്റർ കണക്ടിവിറ്റി. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് സംടൈംസ് ട്രീസ് ആൻഡ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് മേ ബി അഫക്റ്റഡ്. നമ്മളിത് ഇതാക്കാൻ വേണ്ടി ട്രീസ് കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വണ് ബാങ്ക് ആൻഡ് ATM ആണ്. നിയർ ഹോം നവ്യ ആൻഡ് ഡാഡാജി സോ ആൻഡ് ATM. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരുടെ ഹോമിൻ്റെ അടുത്ത് എന്താ ഒരു ATM കണ്ടു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ് ATM മീൻസ് എന്താ, ATMൻ്റെ ഫുൾ ഫോം എന്താ, ഓട്ടോമാറ്റഡ് ടെല്ലർ മിഷ്യനാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ. എന്തിനൊക്കെ ATM ഹെൽപ്പ് ചെയ്യുക, വിഡ്രോ മണി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, പിൻവലിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതൊക്കെയാണ് ATMൻ്റെ യൂസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസ് ബാങ്കിങ് സർവീസ് എനി ടൈം. ബാങ്കിങ് സർവീസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു വി സേവ് മണി? എന്തിനാണ് നമ്മൾ മണി സേവ് ചെയ്ത് വെക്കുന്നത്, എന്താ അതിൻ്റെ ആവശ്യം? അപ്പോൾ എന്താ നോക്കാം. ഫോർ ഫ്യൂച്ചർ നീഡ്സ്, നമ്മുടെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യണം അല്ലേ. പിന്നെ ഫോർ എമർജൻസീസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ക്യാഷ് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻസസ്, എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻസസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഏർലിയർ പീപ്പിൾ ഹാഡ് ടു വിസിറ്റ്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്താ മൊബൈൽ ത്രൂ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഏർലിയർ പീരീഡിൽ ആളുകൾ എന്താ ചെയ്തിരുന്നത്, വിസിറ്റ് ബാങ്ക്സ്, അവർ ബാങ്കിൽ വിസിറ്റ് ചെയ്യും, എന്നിട്ടാണ് അവർ ക്യാഷ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. വെയിറ്റിംഗ് ഇൻ ലോങ് ക്യൂസ്, വലിയ ക്യൂവിലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. യൂസ് മണി ഓർഡേഴ്സൊക്കെ യൂസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ എന്താ ഓൺലൈൻ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും, മൊബൈൽ ബാങ്കിങ് ഉണ്ട്, ATM സർവീസസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വണ്ണ് ബാർട്ടർ സിസ്റ്റമാണ്. എന്താണ് ബാർട്ടർ സിസ്റ്റം? ലോങ് എഗോ പീപ്പിൾ യൂസ് ദ ബാർട്ടർ സിസ്റ്റം, എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. അതായത് ഗുഡ്സിന് പകരം നമ്മൾ ഗുഡ്സ് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുക. ആദ്യ കാലത്തൊക്കെ എന്താ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് എന്താ ഈ ക്യാഷ് കാര്യങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, മണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗുഡ്സിന് പകരം അവർ ഗുഡ്സ് തന്നെയായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരാളുടെ കയ്യിൽ വീറ്റ്, ഒരാളുടെ കയ്യിൽ മിൽക്കും ആണെങ്കിൽ എന്താ ഈ വീറ്റ് ആൾക്ക് കൊടുക്കും, ആളുടെ കയ്യിലുള്ള മിൽക്ക് എന്താ മറ്റേ ആൾക്കും കൊടുക്കും. സാധനത്തിന് പകരം അവർ സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിരുന്നത്. വേറൊരു എക്സാമ്പിളാണ് റൈസ് ഫോർ വെജിറ്റബിൾസ്. ഒരാളുടെ കയ്യിൽ റൈസ് ആയിരിക്കും, ഒരാളുടെ കയ്യിൽ വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, റൈസ് കൊടുക്കും, ഒരാൾ വെജിറ്റബിൾ അങ്ങോട്ട് തിരിച്ചും കൊടുക്കും. ലേറ്റർ മണി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിക്കോസ് ബാർട്ടർ വാസ് ഡിഫിക്കൽട്ട്. അങ്ങനെ എന്ത് ചെയ്തു, മണി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ എന്ത് ചെയ്തു, ഈ ബാർട്ടർ സിസ്റ്റം എൻഡ് ചെയ്തു. നെക്സ്റ്റ് ലുക്കിംഗ് അറൗണ്ട് ദ നൈബർഹുഡാണ്. നവ്യ ഡ്രോ എ മാപ്പ് ഓഫ് ഹെർ നൈബർഹുഡ് പബ്ലിക് പ്ലേസസ്. അപ്പം നവ്യ എന്ത് ചെയ്തു, അവരുടെ അടുത്തുള്ളൊരു പ്ലേസസൊക്കെ വെച്ചൊരു മാപ്പ് അവൾ ഡ്രോ ചെയ്തു. അതിൽ കുറച്ച് പബ്ലിക് പ്ലേസസ് പറയുന്നുണ്ട്. എന്തൊക്കെ പ്ലേസസ് അവളിപ്പോൾ ബസ്സിൽ പോയപ്പോൾ കണ്ട് പബ്ലിക് പ്ലേസസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ, ബാങ്ക്, നെക്സ്റ്റ് വൺ പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ലൈബ്രറി, ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റോപ്പാണ് കേട്ടോ, ബസ് സ്റ്റേഷൻ മീൻസ്. ഓക്കെ, ദിസ് പ്ലേസസ് പ്രൊവൈഡ് സർവീസസ് ടു പീപ്പിൾ. ഈ എല്ലാ പ്ലേസസും എന്താ ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് വണ് ഡയറക്ഷൻസ് ആണ്. നമുക്ക് മെയിനായിട്ട് 4 മെയിൻ ഡയറക്ഷൻസ് ആണുള്ളത്. മാപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്താ, നോർത്ത് സൈഡാണ്, ഏറ്റവും ടോപ്പിലുള്ളതാണ് നോർത്ത് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് വണ് സൗത്ത് ആണ്. സൗത്ത് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ്, നമ്മുടെ താഴെ ഭാഗത്തുള്ളതാണ് സൗത്ത് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റിലുള്ളതും വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിലുള്ളതാണ്. നമുക്ക് ഈ നോർത്ത് സൗത്ത് ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ലെറ്റേഴ്സ് വെച്ചിട്ട്. നോർത്ത് ആണെങ്കിൽ നമ്മൾ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, സൗത്ത് എസ് വെച്ചിട്ട്, വെസ്റ്റ് ഡബ്ല്യു, ഈസ്റ്റ് ഇ വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വീഡിയോസ് കണ്ട് ഓരോ പോർഷൻസ് ഒന്ന് കേട്ട് നോക്കുക, അതിന് ശേഷം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. വാട്ട് ഈസ് എ നൈബർഹുഡ്? എന്താണ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ, എ നൈബർഹുഡ് ഈസ് ദ ഏരിയ അറൗണ്ട് അവർ ഹോം. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക, നൈബേഴ്സ് അല്ലെങ്കിൽ നൈബർഹുഡ് എന്ന് പറയുക അല്ലേ. നെക്സ്റ്റ്, വാട്ട് സർവീസസ് ഡസ് എ പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ്? നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒരു പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താ, ഇറ്റ് സെൻഡ് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യും, പാർസൽസ് സെൻഡ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഈ സർവീസസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ ATM? എന്താണ് ATM? എന്താണ് ATMൻ്റെ ഫുൾ ഫോം? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ആണ് അല്ലേ. ATM എന്ന് പറഞ്ഞാൽ ഇസ് എ മെഷീൻ യൂസ്ഡ് ടു വിഡ്രോ മണി ആൻഡ് പെർഫോം ബാങ്കിങ് സർവീസസ്. ഒരു ബാങ്കിൻ്റെ എല്ലാ സർവീസസും പെർഫോം ചെയ്യുകയും, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, പെർഫോം ബാങ്കിങ് സർവീസസും അതേപോലെ എന്താ മണി വിഡ്രോ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് ATM എന്ന് പറയുന്നത്. വൈ ഡു വി സേവ് മണി? എന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? വി സേവ് മണി ഫോർ ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് എമർജൻസീസ്, നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫ്ലൈ ഓവർ? എന്താണ് ഒരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ? എ ഫ്ലൈ ഓവർ ഈസ് എ റോഡ് ബിൽഡ് എബവ് അനദർ റോഡ് ടു റെഡ്യൂസ് ട്രാഫിക്. ഒരു റോഡിൻ്റെ മേലെ മുകളിലൂടെ വേറൊരു റോഡ് പണിയാണ്, അതിനാണ് എന്ത് പറയുക, ഫ്ലൈ ഓവർ എന്ന് പറയുക. ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ, നമുക്ക് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഫ്ലൈ ഓവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് യൂസിങ് മണി. സാധനങ്ങൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, സാധനങ്ങൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാം. അവിടെ എന്താ, മണി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മണി വരുന്നതിന് മുന്നേ ഉള്ള ഒരു സിസ്റ്റമായിരുന്നു ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്, നെയിം ഫോർ പബ്ലിക് പ്ലേസസ്. 4 പബ്ലിക് പ്ലേസസ് അവർ ട്രാവൽ ചെയ്തതിൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റലുണ്ട്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ എന്താ പബ്ലിക് പ്ലേസസ് ആണ്. പീപ്പിൾസിന് ഒരുപാട് സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ 4 മെയിൻ ഡയറക്ഷൻസ്? ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എ ഡാഷ് ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. ആരാ ഡെലിവർ ചെയ്യുന്നത്? പോസ്റ്റ്മാൻ ആണ് അല്ലേ. എ പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. നെക്സ്റ്റ്, ATM സ്റ്റാൻഡ്സ് ഫോർ എന്താ? ATMൻ്റെ ഫുൾ ഫോം ആണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. നെക്സ്റ്റ് വൺ, വി സേവ്ഡ് മണി ഫോർ ഡാഷ് നീഡ്സ്. എന്ത് നീഡ്സ് ആ? വി സേവ്ഡ് മണി ഫോർ ഫ്യൂച്ചർ നീഡ്സ്. നെക്സ്റ്റ്, ദ 4 മെയിൻ ഡയറക്ഷൻസ് ആർ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നെക്സ്റ്റ് വൺ, എ ഡാഷ് ഹെൽപ്സ് റെഡ്യൂസ് ട്രാഫിക്. എ ഫ്ലൈ ഓവർ ഹെൽപ്സ് റെഡ്യൂസ് ട്രാഫിക്. നെക്സ്റ്റ്, ട്രൂ ഓർ ഫോൾസ് ആണ്. ഹോസ്പിറ്റൽസ് ഹെൽപ്പ് സിക്ക് പീപ്പിൾ. എന്താ? ഹോസ്പിറ്റൽ സിക്ക് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്നു. ട്രൂ ഓർ ഫോൾസ് ആണോ? ട്രൂ ആണ് അല്ലേ. മണി വാസ് യൂസ്ഡ് ബിഫോർ ദ ബാർട്ടർ സിസ്റ്റം. നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിന് മുന്നേ മണിയായിരുന്നു യൂസ് ചെയ്യുന്നത്. അല്ല അല്ലേ, അത് റോങ് ആണ്, ഫോൾസ് ആണ്. കാരണം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് അന്നെന്താ മണി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഗുഡ്സിന് പകരം ഗുഡ്സ് ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്തത്. ദെൻ അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, മണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് വണ്, it is shown on the right side of a map. റൈറ്റ് സൈഡിലാണ് ഈസ്റ്റ് കാണുന്നത്. ട്രൂ ആണ്. നെക്സ്റ്റ് വണ്, മെട്രോ ട്രെയിൻസ് ആർ സ്ലോ. മെട്രോ ട്രെയിൻസ് സ്ലോ ആണ്, അതെന്താ? ഫോൾസ് ആണ് അല്ലേ. മെട്രോ ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഫാസ്റ്റ് ആണ്, നമുക്ക് ക്വിക്കായിട്ട് വേഗം ഒരു പ്ലേസിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സ്ലോ ആണെന്ന് പറഞ്ഞേക്കുന്നത്, അതെന്താ? ഫോൾസ് ആണ്. നെക്സ്റ്റ് വൺ, ബാങ്ക് ഹെൽപ്സ് പീപ്പിൾ സേവ് മണി. ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബാങ്ക്. ട്രൂ ആണ് അല്ലേ. നെക്സ്റ്റ് വണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ഡെലിവേഴ്സ് ലെറ്റർ? ആരാണ് നമുക്ക് ലെറ്റർ ഡെലിവർ ചെയ്ത് തരുന്നത്? ആരാ? പോസ്റ്റ്മാൻ ആണ് അല്ലേ. ആൻസർ പോസ്റ്റ്മാൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ആൻ ATM സ്റ്റാൻഡ്സ് ഫോർ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഷോൺ അപ്വേർഡ് ഓൺ എ മാപ്പ്? ഏതാ? നോർത്ത് ആണ് അല്ലേ. വിച്ച് ട്രെയിൻ ട്രാവൽസ് ഫാസ്റ്റ് ഇൻ സിറ്റീസ്? സിറ്റീസിൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ ഏതാ? മെട്രോ ട്രെയിൻ ആണ്. വാട്ട് ഈസ് യൂസ്ഡ് ടു സെൻഡ് ലെറ്റേഴ്സ്?
എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പോസ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെറ്റേഴ്സൊക്കെ സെൻഡ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ 2-ലെ പോർഷൻസ് ഡിസ്കസ് ചെയ്തു. അതേപോലെ അത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ PDF ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.